ഹരി ഓം ഗുരുജി. ഹരി ഓം. ഗുരുജി, എന്താണ് നിയുദ്ധ? നമ്മൾ കുട്ടിക്കാലം തൊട്ടേ മാർഷൽ ആർട്ടിനോട് താല്പര്യമുണ്ട്. അപ്പോൾ കൊച്ചിലെ തൊട്ട് ഇത് പഠിക്കാൻ തുടങ്ങിയതാണ്. പല വിധത്തിലും പല അറിവുകളും സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ ഭയത്തെ ഒതുക്കാൻ വേണ്ടി നമ്മളിത് അഭ്യസിച്ചിരുന്നു. ആരെ ഇടിക്കാനും തൊഴിക്കാനും ഒന്നല്ല. അപ്പോൾ ഇത് കുട്ടിക്കാലത്തുള്ള ഈ അഭ്യാസം വളരെ വർഷങ്ങളോളം തുടർന്നു വന്നു. ഏതാണ്ട് 10-38 വയസ്സ് വരെ നിരന്തര അഭ്യാസത്തിൽ ഏർപ്പെട്ടിരുന്നു. അത് പല വിധത്തിലും അറിയാൻ ശ്രമിച്ചു. നമ്മുടെ തെക്കൻ കളരി, കുറച്ചൊക്കെ വടക്കൻ, കരാത്തെ, കുങ്ഫു, മുവത്തായ് തുടങ്ങിയ ഒത്തിരി ആർട്ടുകൾ അറിയാനും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അഭ്യസിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കാലക്രമത്തിൽ ഈ അരിയും ഉഴുന്നും എല്ലാം കൂടി ഇട്ട് അരയ്ക്കുന്ന പോലെ അരഞ്ഞരഞ്ഞരഞ്ഞ് ഒരു പ്രത്യേക ഒരു വസ്തുവായി തീർന്ന പോലെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട ഒരു സാധനമാണ് ഈ നിയുദ്ധം എന്ന് പറയുന്നത്. ഈ നിയുദ്ധം എന്നുള്ള പേരും അഷ്ടാംഗ ഹൃദയത്തിൽ നിന്നെടുത്താണ്. മല്ലയുദ്ധം എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന ഒരു പടയാളിയുടെ അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഫൈറ്ററുടെ അവസ്ഥയിൽ എത്തിച്ചേരുക, അതേസമയം വളരെ കാമായിരിക്കുക, തയ്യാറാണ് യുദ്ധത്തിന്, ഓൾവേസ് റെഡി ടു ഫൈറ്റ്, അങ്ങനെ അവസ്ഥയിരിക്കുന്നു, ശാന്തമായിരിക്കുക. നിയുദ്ധ യോഗയാണ്, മാർഷൽ യോഗ എന്ന് വേണേൽ വിളിക്കാം. അതാണ് നിയുദ്ധ. ഇത് ബാക്കിയുള്ളവർക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ? വളരെ എളുപ്പം പഠിക്കാം. അല്പം ഇന്റൻസിറ്റി ആവശ്യമുണ്ട്. എനിക്ക് പഠിക്കണം, എൻ്റെ ജീവിത വിജയത്തിന് ഉപയോഗപ്പെടുത്തണം, എൻ്റെ ശരീരം, മനസ്സ് ഇതിനെയൊക്കെ രക്ഷിക്കണം. ആധ്യാത്മികമായ അറിവുകൾക്കൊപ്പം തന്നെ ആയുർവേദപരമായ, അതായത് ആരോഗ്യപരമായ അറിവുകൾ, പ്രകൃതിയുടെ രഹസ്യങ്ങൾ അറിയണം. ശരീരത്തിൻ്റെ അംഗവിഭാഗങ്ങൾ, അതിൻ്റെ മർമ്മവിഭാഗങ്ങൾ, കൂടാതെ അതിൻ്റെ ഫങ്ഷനിങ്, അതായത് ഫിസിയോളജി, അനട്ടമി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാരമ്പര്യ രീതിയിൽ, പ്രാകൃതികമായ രീതിയിൽ പഠിക്കണം, അറിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പഠിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ നിത്യജീവിതത്തിന് ആവശ്യമായ സകല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മെയ്വഴക്കമില്ലേ, ചെയ്യാൻ ഒരു വഴക്കമില്ലേ ശരീരത്തിനുള്ള സ്വാഭാവികം. മൃഗങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്നത് അത് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി. മനുഷ്യനെല്ലാം കല്ല് പോലെ നടക്കുന്നത്, സ്റ്റിഫാണ് അല്ലേ? ആ സ്റ്റിഫ്നെസ് ഒക്കെ മാറി ശരീരവും മനസ്സും ഒരു ഒഴുക്കിലേക്ക് വരും. നദിയെ പോലെ ഒഴുകുന്ന പോലെ എല്ലാ മേഖലയും ഒഴുകി പോകാൻ പറ്റും. അതായത് നമ്മളിലുള്ള സ്ത്രീയും നമ്മളിലുള്ള പുരുഷനും സംയോജിച്ച് ഒരുമിച്ച് ഒഴുകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഇത് സഹായിക്കും. അതാണ് നിയുദ്ധ. അപ്പോ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ മാർഷൽ ആർട്സിന്റെയും എലമെന്റ്സ് ഇതിലുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അപ്പൊ ഇത് എവിടെയും നമുക്കൊരു കോഴ്സ് പോലൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് സ്വന്തമായി ഉരുത്തിരിഞ്ഞു വന്നൊരു കാര്യമാണ്. അത് നമ്മുടെ സ്വന്തം എന്ന് പറയാമല്ലോ. കാരണം എന്ത് വിഷയം നമുക്ക് എന്താ സ്വന്തമായിട്ട് ഇവിടെ ഉള്ളത്? ഒന്നുമില്ല. ഉണ്ടോ? ശരീരം പോലും നമ്മുടെയല്ല, മനസ്സേയും നമ്മുടെയല്ല. ഇവിടുത്തെ വസ്ത്രമൊക്കെ വല്ലവരുമൊക്കെ തയ്ച്ച് ഉണ്ടാക്കി തന്ന എല്ലാം വല്ലവരുടെയല്ലേ. ഇതിങ്ങനെ തന്നെയല്ലേ എല്ലാ കാര്യവും. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് പണം കൊടുത്തത് വാങ്ങുമ്പോൾ, അധ്വാനിച്ച് ധനം ഉണ്ടാക്കിയത് വാങ്ങുമ്പോൾ ഇത് നമ്മുടെയായി തീരും എന്ന് പറഞ്ഞ പോലെ അധ്വാനിച്ച് വർഷങ്ങളോളം അതിനെ സാധന ചെയ്ത് വശത്താക്കി വെക്കുക, അങ്ങനെയല്ലേ അത്. പക്ഷെ അത് എന്നിലൂടെ വരുമ്പോൾ അത് എൻ്റെ ആയി തീരുന്നില്ലേ? അതിന് പ്രത്യേകത ഇല്ലേ? എൻ്റെ അല്ല എന്ന് പറഞ്ഞാലും എൻ്റെ അല്ലേ, നമ്മുടെ അല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ അല്ലേ, അങ്ങനെ ആയിത്തീർന്ന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെയൊക്കെയാണ് അതിൻ്റെ വഴികൾ. നമ്മൾ പലയിടത്തുനിന്നും പല സ്ഥലങ്ങളിൽ നിന്നും പല പല ഗുരുക്കന്മാരിൽ നിന്ന് അഭ്യസിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒത്തുചേർന്ന് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമാണ് ഫോക്കസ് ഇല്ലായ്മ, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ബ്രെയിൻ ഫോഗ്, ഹെൽത്ത് ഇഷ്യൂസ്, അതർ ഹെൽത്ത് ഇഷ്യൂസ്, ദഹനത്തിന്റെ പ്രശ്നം, ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് അല്ലേ? എല്ലാം ഒരേ വിഷയത്തിലുണ്ടാകുന്നതാണ്. ഈ പറഞ്ഞ ഫോക്കസ് ഇല്ലായ്മ അവിടെ നിന്നല്ലേ എല്ലാം ഉണ്ടാകുക. ആ ഫോക്കസ് ഉണ്ടെങ്കിൽ, നമുക്കൊരു ലക്ഷ്യബോധമുണ്ട്, ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ അതെങ്ങനെ എത്തിച്ചേരാനുള്ള ജ്ഞാനം നേടണം, അതിനുള്ള പ്രവൃത്തിയും വേണം, വേണ്ടേ? ഇതിനൊക്കെ അടിസ്ഥാനമായിരിക്കുന്ന എന്താണ്? ആരോഗ്യം, മാനസിക ശാരീരിക ആരോഗ്യം വേണ്ടേ? ഇതൊത്തുചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ സമ്പൂർണ്ണനായില്ലേ? സന്തോഷകരമായ ജീവിതം തന്നെയാണല്ലോ അധ്യാത്മ ജീവിതം, അല്ലാതെ എന്താ വേറെ അധ്യാത്മം? അതിനൊപ്പം ആരോഗ്യം വേണ്ടേ? നമ്മൾ ലക്ഷ്യബോധം വേണ്ടേ? ഇതിനൊക്കെ ശരീരം വേണ്ടേ? ആ ശരീരം നന്നായിരിക്കണമെങ്കിൽ ദഹനം വേണ്ടേ? ആഗിരണം വേണ്ടേ? പുതിയ പുതിയ ടിഷ്യൂകളെ ശരീരത്തിൽ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കണ്ടേ? കോശങ്ങൾ പുതിയത് പുനരുജ്ജീവിപ്പിക്കണം. ശരീരത്തിലുള്ള പഴയ വേസ്റ്റുകളൊക്കെ നിർമൂലനം ചെയ്യപ്പെടണം.
അപ്പോൾ അസുഖങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇനി അഥവാ ഉണ്ടായാലും ചികിത്സിക്കാൻ എളുപ്പമാവില്ലേ? കാരണം ശരീരത്തിൽ പ്രാണബലം ഉണ്ടാവും ഇല്ലേ? ജീവശക്തിക്ക് തെളിഞ്ഞിരിക്കുമ്പോൾ അതിന് അല്പം തടസ്സം വന്നാലും നമുക്കത് അതിന്റെ കേടുപാടുകൾ തീർത്ത് പുനരുജ്ജീവിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊന്നും ഇല്ലാതിരിക്കുന്ന മനുഷ്യനോ, അവനെ തുടക്കം തൊട്ടേ ഉയർത്തിക്കൊണ്ട് വന്ന് ആ സ്റ്റേറ്റിൽ എത്തിക്കണ്ടേ? ആ സ്റ്റേറ്റിൽ എത്തിക്കാൻ ഈ അഭ്യാസം വളരെ എളുപ്പം സഹായിക്കും. ആരോഗ്യമില്ലാതെ എന്ത് നേടാനാ? ആരോഗ്യമില്ലാതെ ആധ്യാത്മിക പുരോഗതി ഉണ്ടാവില്ല, ഭൗതിക പുരോഗതി ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവുമോ? അഥവാ ഭൗതികമായിട്ട് എന്തെങ്കിലും നേടിയാൽ തന്നെ കഷ്ടപ്പെട്ട് അത് ആസ്വദിക്കാൻ പറ്റുമോ? ആനന്ദിക്കാൻ പറ്റുമോ? കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി ആപ്പിൾ കഴിക്കാനാ. ആപ്പിൾ കഴിക്കാൻ ടേബിളിൽ എടുത്തു വെച്ചപ്പോൾ അറിഞ്ഞത് പല്ലില്ല. ഇങ്ങനെ ഇത്ര എളുപ്പമായിട്ട് നമുക്ക് വയസ്സായി ജീവിതം തീർന്നു പോകും. ഇങ്ങനെ ജീവിക്കല്ലേ? സന്തോഷമായിട്ട് ജീവിക്കാൻ, ആരോഗ്യത്തോടെ ജീവിക്കാൻ, ആനന്ദത്തോടെ ജീവിക്കാൻ നമ്മൾ പഠിച്ചേ മതി. അത് പഠിക്കണം. പാരമ്പര്യത്തിൽ ഇതിനൊക്കെയുള്ള വഴികളുണ്ട്, വിധികളുണ്ട്. അതിനൊക്കെ നമ്മൾ മറന്നുപോയി. അതിനെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. അപ്പോൾ ഈ ഒരു മാർഷൽ ആർട്ട് എന്ന് തന്നെ വിളിക്കാമല്ലോ? തീർച്ചയായും വിളിച്ചോളൂ. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നിത്യജീവിതത്തിൽ വളരെ എഫിഷ്യൻസിയോടും ഫോക്കസോടും കൂടി കാര്യങ്ങൾ ചെയ്ത് തീർത്ത് മുന്നേറാൻ സാധിക്കും. ജീവിത വിജയം സാധ്യമാണ്. ലക്ഷ്യമുള്ളവന് ലക്ഷ്യം വേണം. ഇല്ലെങ്കിൽ ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കി തരും. അവൻ്റെ പ്രകൃതി എന്താണോ, അവൻ്റെ മാനസികസ്ഥിതി എന്താണോ ഇത് തിരിച്ചറിഞ്ഞ് അവൻ ലക്ഷ്യമില്ല അവൻ്റെ ലക്ഷ്യം വെച്ചു കൊടുക്കും. ആദ്യം അതാണ്. യോഗസ്ഥിതി എത്തണമെങ്കിൽ ലക്ഷ്യം വേണ്ടേ? യോഗം എന്ന് വെച്ചാൽ എന്താ? കൂടിച്ചേരല്. നമ്മളിപ്പോൾ കൺഫ്യൂസ് ആയിരിക്കല്ലേ? ഈ കൺഫ്യൂസ് ആയിരിക്കുന്ന വസ്തുക്കളെല്ലാം കൂടെ ചേർത്ത് ഒന്നാക്കിയെടുക്കുക, അതല്ലേ യോഗം. ഇതും ഒരു മാർഷൽ യോഗം എന്ന് വിളിച്ചോളൂ. ആയോധന യോഗം, നിയുദ്ധ യോഗം എന്ന് വിളിച്ചോളൂ. ഇതിപ്പോൾ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന ഏജ് ഇത്ര നേരത്തെ തുടങ്ങണം, ഇത്ര ഏജ് കഴിഞ്ഞാൽ സാധ്യമല്ല, അങ്ങനത്തെ റെസ്ട്രിക്ഷൻസും കണ്ടീഷൻസും ഒക്കെ ഉള്ളതാണ്? ഉണ്ട്. 24 തൊട്ട് 28 വയസ്സ് വരെയാണ് നിങ്ങളുടെ മെന്റൽ ഏജെങ്കിൽ പറ്റും. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ കൊണ്ടുവരണം. 24-ന് മുമ്പ് ഒരു പക്വത എത്താൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ പക്വത വേണം. ഇതെന്തിനു വേണ്ടി അഭ്യസിക്കാൻ തിരിച്ചറിവുണ്ടാവണം. ഞാൻ പറഞ്ഞു കൊച്ചുകുട്ടികൾക്ക് അഭ്യസിക്കാൻ പാടില്ല എന്നല്ല. ആ പക്വത എത്തിയാൽ എളുപ്പമുണ്ടാവും എന്നേ പറഞ്ഞത്. ഇനി 60 വയസ്സോ 70 വയസ്സോ ആൾക്ക് പറ്റില്ല എന്നല്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു മാനസികസ്ഥിതി വേണ്ടേ? ചെറുപ്പമാവണം, സന്തോഷത്തോടിരിക്കണം എന്നൊക്കെയുള്ളൊരു അവസ്ഥ ആവശ്യമില്ലേ? അതുകൊണ്ടാവണം. അല്ലാതെ ഒരു ഏജിനെ റെസ്ട്രിക്ട് ചെയ്തതല്ല. ആ ഒരു മനസ്സ് വേണ്ടേ? എനിക്കിത് ചെയ്യണം. ആ മനസ്സുണർന്നാൽ തന്നെ എല്ലാം സാധ്യമല്ലേ? മനസ്സുകൊണ്ടല്ലേ നമ്മൾ സത്യത്തില് എല്ലാം അനുഭവിക്കുന്നത്, അല്ലേ? ശരീരത്തിൽ പോലും മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടല്ലേ അനുഭൂതികളും അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ശരീരം വെറും ജഡമല്ലേ? ആ മനസ്സിനെ ആദ്യം കൊണ്ടുവരിക. ആ മാനസികാവസ്ഥയിൽ 24-28 വയസ്സിന് അതുകൊണ്ടൊന്നും സെറ്റ് ചെയ്യാം മനസ്സിനെ. എന്നിട്ട് അഭ്യസിച്ചു തുടങ്ങിയാൽ വളരെ എളുപ്പം. ഒരു 6 മാസം കൊണ്ട് ആള് വേറെ ആയിത്തീരും. 70 വയസ്സുള്ളവൻ 25 വയസ്സ് 28 വയസ്സുകാരനായി തീരുന്ന ഞാൻ കാണിച്ചു തരാം. സാധ്യമാണത്. അത്ര അത്ഭുതകരമാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന മനസ്സ്. പിന്നെ യോഗികളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ നേടിയത്? 10, 200, 300 വർഷം ജീവിച്ചിരുന്ന് പറയുന്നൊന്നും കഥയൊന്നുമല്ല. അതൊക്കെ സാധ്യമാണ്. പക്ഷെ അത്രയൊന്നും സാധ്യമല്ലെങ്കിലും കുറഞ്ഞത് 10-70 വയസ്സ് അവർക്ക് ചെറുപ്പക്കാരനായിട്ട് ജീവിക്കാൻ എന്താ കുഴപ്പം? ജീവിച്ചൂടെ? ആര് പറഞ്ഞു വേണ്ടാന്ന്? ശ്രമിച്ചു നോക്ക്. 1 മാസമായിട്ടൊക്കെ ഒന്നും ശ്രമിച്ചു നോക്ക്. ഒറ്റ മാസം. എന്നിട്ട് പറയാം സാധ്യമാണോ അല്ലയെന്ന്. പിന്നെ നിങ്ങൾ രോഗാതുരനായി നിങ്ങൾ രോഗത്തിൽപ്പെട്ട് കിടന്ന് നടക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതം മിക്കവാറും തീർന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേക്കാനുള്ള ബലം നിങ്ങൾക്കുണ്ട്. അപ്പോഴും സാധ്യമായേക്കാം. മനസ്സിലായോ? അതായത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ്, നമ്മൾ ഉണ്ടാക്കി വെച്ച ഡിഫക്റ്റ് മൂലം നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതൊരു സാധ്യമല്ലാതായേക്കാം. അല്ലാത്ത എല്ലാവർക്കും സാധ്യമാണ്.